എപ്പോഴാണ് ഒരു നടുവേദന സർജറി ചെയ്യേണ്ടത്? സിയാറ്റിക് നെർവ് കംപ്ലീറ്റ്ലി കംപ്രസ് ആയാൽ മാത്രമേ സർജറി ചെയ്യേണ്ട ആവശ്യതയുള്ളൂ. സിയാറ്റിക് നെർവ് കംപ്ലീറ്റ്ലി കംപ്രസ് ആയോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മെത്തേഡുകളുണ്ട്. അതിൽ 4 മെത്തേഡുകൾ ഞാനിപ്പം പറയാം. ഒന്ന്, നമ്മൾ സ്വാഭാവികമായിട്ട് MRI എടുത്ത് നോക്കുക. രണ്ടാമത്തത്, കാലിൻ്റെ മസിലിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ സിവിയർ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ യൂറിൻ അൺകൺട്രോൾ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ടീഷനിൽ സർജറി ചെയ്യേണ്ട ആവശ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ നടുവേദന കാലിമിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഈ നടുവേദന സിയാറ്റിക്ക എന്നൊരു കണ്ടീഷൻ ആയിട്ടുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നിട്ട് മുട്ട് മടക്കാതെ കാല് നേരെ മേലോട്ട് 45 to 50 ഡിഗ്രി പൊന്തിക്കുക. അങ്ങനെ പൊന്തിക്കുമ്പോൾ കാലിന് ബേക്കുന്ന വേദന വരുന്നുണ്ട്. ഇത് സിയാറ്റിക്ക എന്നുള്ള കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ നമുക്ക് മെഡിസിന് കൊണ്ട് ഈ കണ്ടീഷൻ മാറ്റൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ കണ്ടീഷൻ പ്രോപ്പർ തെറാപ്പി കൊടുത്തിട്ട് തെറാപ്പിക്ക് ശേഷം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്താൽ ഇത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നൊരവസ്ഥയാണ്.